ഭഗവത്ഗീത സാഖ്യയോഗത്തിലെ 28-ാമത്തെ ശ്ലോകം. അവ്യക്താദീനി ഭൂതാനി വ്യക്തമദ്യാനി ഭാരത അവ്യക്തനിധനാനേവ തത്രകാ പരിദേവന. അല്ലയോ അർജുന, ജീവജാലങ്ങളുടെ അവസ്ഥ ജനനത്തിന് മുമ്പ് അവ്യക്തവും ജനന മരണങ്ങൾക്കിടയിൽ വ്യക്തവും വീണ്ടും മരണാനന്തരം അവ്യക്തവുമാണ്. ഇതേക്കുറിച്ച് ദുഃഖിക്കാൻ എന്താണ് ഉള്ളത് അർജുന എന്നാണ് കൃഷ്ണൻ ഇവിടെ അർജുനനോട് പറയുന്നത്. നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് നമ്മുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് നമുക്കാർക്കും തന്നെ അറിയില്ല. അത് അവ്യക്താവസ്ഥയിലായിരുന്നു. ഇനി മരണാനന്തരം എന്തായിരിക്കുമെന്നും നമുക്കറിയില്ല, അതും അവ്യക്താവസ്ഥയാണ്. ഈ ജനന മരണങ്ങൾക്കിടയിലുള്ള മധ്യാവസ്ഥയിൽ മാത്രമാണ് നമുക്കിത് അനുഭവപ്പെടുന്നത്. ഒരു വിത്തിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന വൃക്ഷത്തെ നമുക്ക് കാണാൻ കഴിയുന്നില്ല, എന്നാൽ അതിലൊരു വൃക്ഷമുണ്ട്. ആ വൃക്ഷം നമുക്ക് അനുഭവമാകുന്നത് അത് മണ്ണിനടിയിൽ പോയി കിളിർത്ത് വന്ന് ഒരു വലിയ മരമായി നിൽക്കുമ്പോഴാണ്. അപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത് ആ വിത്തിൽ നിന്നാണ് ആ മരം ഉണ്ടായത് എന്ന്. ഇതുപോലെ ജീവന്മാർ മരിച്ചു കഴിഞ്ഞാൽ സൂക്ഷ്മരൂപത്തിൽ അവ്യക്താവസ്ഥയിൽ ഈ പ്രപഞ്ചത്തിൽ ഒളിഞ്ഞിരിക്കുന്നു. പിന്നെ വേറൊരു ശരീരം എടുത്തു വരുമ്പോഴാണ് നമുക്കത് പ്രത്യക്ഷമാകുന്നത്. ഇങ്ങനെ അവ്യക്തം വ്യക്തം, ഇങ്ങനെ അവ്യക്തം വ്യക്തം, ഈ അവസ്ഥയാണ് നമുക്കെല്ലാവർക്കും നിരന്തരം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവിനെക്കുറിച്ച് നമുക്ക് വർത്തമാന നിമിഷത്തിൽ വർത്തമാനകാലത്തുള്ള അല്പമാത്രമായ അറിവ് മാത്രമേ ഉള്ളൂ. അതിനപ്പുറവും ഇപ്പുറവും നമുക്കറിയില്ല. നമ്മുടെ അറിവ് ഇത്ര പരിമിതമാണെന്നിരിക്കെ അവയെക്കുറിച്ച് നമ്മൾ ഓർത്ത് ദുഃഖിക്കുന്നത് എന്ത് അർത്ഥമാണുള്ളത് എന്നാണ് കൃഷ്ണൻ ഇവിടെ അർജുനനോട് പറയുന്നത്. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമുക്കാർക്കും ഈ പ്രപഞ്ചം അനുഭവപ്പെടുന്നില്ല. എന്നാൽ ഉണർന്നു വരുമ്പോൾ ഈ മഹാപ്രപഞ്ചം അനുഭവമാകുന്നു. അത് ഉറക്കത്ത് അവ്യക്താവസ്ഥയിലായിരുന്നു. ഈ അവസ്ഥ എല്ലാ ജീവജാലങ്ങൾക്കും ഇതേ അവസ്ഥ തന്നെയാണ് ഉണ്ടാകുന്നത്. ജാഗ്രത, സ്വപ്ന, സുഷുപ്തി, ഈ മൂന്നവസ്ഥയിലൂടെയാണ് ജീവന്മാർ കടന്നു പോകുന്നത്. സ്വപ്നാവസ്ഥയിൽ നമ്മളൊരു പ്രപഞ്ചത്തെ അനുഭവിക്കുന്നു, അത് ഉണർന്നു വരുമ്പോൾ അനുഭവപ്പെടുന്നില്ല. എന്നാൽ സുഷുപ്തിയിൽ യാതൊരു പ്രപഞ്ചബോധവും നമുക്കുണ്ടാകുന്നില്ല. മനുഷ്യൻ്റെ ബുദ്ധിക്കും യുക്തിക്കും ഒന്നും കണ്ടെത്താൻ കഴിയാത്തതാണ് പ്രപഞ്ച രഹസ്യം. ഒരു മരം പൂത്ത് കായ്ച്ച് നമുക്ക് നല്ല മധുരഫലങ്ങൾ തരുന്നു. എന്നാൽ എവിടെ നിന്നാണ് ഈ മധുരഫലങ്ങൾ വരുന്നതെന്ന് നമ്മൾ ആ മരം മുറിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുകയില്ല. അത് അവ്യക്താവസ്ഥയിലാണ് ഇരിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് മനുഷ്യൻ്റെ ഉള്ളിലുള്ള ബുദ്ധിയും യുക്തിയുമൊക്കെ. നമ്മൾ ഈ അനന്തമായ കണ്ടുപിടുത്തങ്ങൾ മുഴുവൻ നടത്തിയിട്ടുള്ളത് നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന സൂക്ഷ്മമായ അറിവ് വച്ചാണ്. ആ അറിവിനെ നമുക്ക് അതാത് സമയത്ത് അത് ഉണർന്നു വരുമ്പോൾ മാത്രമേ അറിയുവാൻ കഴിയുകയുള്ളൂ. അതുപോലെ നമ്മുടെ ഉള്ളിലുള്ള അറിവിൻ്റെ ഒരു ചെറിയൊരു അംശം പോലും നമുക്ക് അനുഭവമാകുന്നില്ല. എല്ലാം അതീന്ദ്രിയമായി അവിടെ ഉള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അതിനെ പുറത്തു കൊണ്ടുവരുവാൻ നമുക്ക് കഴിയുന്നില്ല. പുറത്തു കൊണ്ടുവരുവാൻ കഴിഞ്ഞിട്ടുള്ളവരാണ് പ്രപഞ്ച രഹസ്യത്തെക്കുറിച്ച് വ്യക്തമാക്കിയിട്ടുള്ള ഋഷീശ്വരന്മാർ. അവരാണ് ഈ തത്വങ്ങളൊക്കെ നമ്മോട് പറയുന്നത്. അതിനെ നമ്മൾ ഉൾക്കൊള്ളുക എന്നതാണ് നമ്മുടെ ജീവിതത്തിന് ആവശ്യം. ഈ പ്രപഞ്ച രഹസ്യം ബുദ്ധിക്കോ യുക്തിക്കോ ഒന്നും എത്താതിരിക്കെ നമ്മൾ അതേക്കുറിച്ച് വ്യാകുലപ്പെട്ടിട്ട് എന്താണ് കാര്യം എന്നാണ് ഇവിടെ കൃഷ്ണൻ അർജുനനോട് ചോദിക്കുന്നത്. കൃഷ്ണൻ അർജുനനോട് ഇത് പറയാൻ കാരണം അർജുനൻ വളരെയധികം ഈ സ്ഥൂലപ്രപഞ്ചത്തിൽ അർജുനൻ്റെ സത്യത്വ ബുദ്ധി ഉറച്ചു പോയതുകൊണ്ട് അതിൽ നിന്ന് മാറി ചിന്തിക്കാൻ സൂക്ഷ്മതത്വത്തിലേക്ക് തിരിഞ്ഞു വരാൻ അർജുനന് കഴിയുന്നില്ല. അർജുനൻ ഈ കാണുന്നത് തന്നെയാണ് സത്യം എന്ന ദൃഢബോധത്തിലാണുള്ളത്. അല്ല, ഈ കാണുന്നതല്ല സത്യം, ഇതിനപ്പുറം സൂക്ഷ്മരൂപത്തിൽ ഈ പ്രപഞ്ചത്തിൻ്റെ രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ട്. അവിടെ ആത്മാവ് മാത്രമേ ഉള്ളൂ. നീയും ഞാനും എന്ന വേർതിരിവെല്ലാം വെറും ഭ്രമം മാത്രമാണ് എന്ന തത്വത്തെയാണ് കൃഷ്ണൻ ഇവിടെ ബോധിപ്പിക്കുന്നത്. ഈ തത്വബോധത്തിലേക്കാണ് നമ്മളും എത്തേണ്ടത്. ഈ നാനാത്വ ബുദ്ധിയിലാണ് നമ്മുടെ മനസ്സ് കിടക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ആരെങ്കിലും ജനിക്കുകയോ മരിക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ ദുഃഖിക്കുന്നു. ഈ പ്രപഞ്ചത്തിൻ്റെതായ എല്ലാ അനുഭവവും നമുക്കുണ്ടാകുന്നു. ഇതിൽ നിന്ന് പുറത്ത് കടക്കണമെങ്കിൽ ആ ഏകത്വ ബോധത്തിൽ നമ്മൾ എത്തിച്ചേരണം, ആത്മബോധത്തിൽ എത്തിച്ചേരണം. അതുവരെയും നമുക്ക് ഈ ദുഃഖത്തിൽ നിന്നും വേദനയിൽ നിന്നും പുറത്ത് കടക്കുവാൻ കഴിയുകയില്ല. അതാണ് ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. അവ്യക്താദീനി ഭൂതാനി വ്യക്തമദ്യാനി ഭാരത അവ്യക്ത നിധനാനേവ തത്രകാ പരിദേവന. അതിൽ നീ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. ഈ പ്രപഞ്ചബോധത്തിൽ നിന്ന് നീ കടക്കൂ, ആത്മാവിലേക്ക് കടക്കൂ എന്നതാണ് അർജുനനോട് കൃഷ്ണൻ ഇവിടെ പറയുന്നത്.